അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. നമുക്ക് കാപ്പിയോടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 1.5 കപ്പ് അവൽ ആഡ് ചെയ്തു. പിന്നീട് 4 സ്പൂൺ ഓട്സ് ആഡ് ചെയ്തു. അതിനുശേഷം 3 സ്പൂൺ ചോറ് ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷമുള്ളതാണിത്. അരച്ചെടുത്തത് മറ്റൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കുക. പിന്നീട് സവോള, കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കരിവേപ്പില. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമുള്ളതാണ്. പിന്നീട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ആഡ് ചെയ്യുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ അവൽ വട അതിലോട്ട് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം ലോ ഫ്ലെയിമിലല്ല ഇടേണ്ട, ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ. അവൽ വടയുടെ ഒരു സൈഡ് ഏകദേശം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. മറു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രമേ അതിൻ്റെ അകമെല്ലാം നന്നായിട്ടൊന്ന് വേഗത്തുള്ളൂ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഏകദേശം നമ്മുടെ വട റെഡിയായിട്ടുണ്ട്. അവൽ വട റെഡിയായിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. അതിൻ്റെ എണ്ണയെല്ലാം നന്നായിട്ട് പോയതിന് ശേഷം എണ്ണ നന്നായി വാർന്നു പോകാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. പിന്നീട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി കാപ്പിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള ഫ്രണ്ട്സുകൾക്ക് എൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുക. ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറം ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.